വാർത്തകൾ. സ്കൂൾ വായനാമൂലയ്ക്ക് മുതൽക്കൂട്ടായി ദീപിക പത്രവും. സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സ്കൂളിന്റെ ശോച്യാവസ്ഥയ്ക്ക് അല്പം ആശ്വാസമായി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലുറപ്പ് സംഘം സ്കൂളിലെത്തി. ബ്ലോക്ക് ന്യൂസ് സ്പെഷ്യൽ. മാഞ്ഞൂർ ഗ്രാമത്തിലേക്ക് വികസനത്തിന്റെ വഴികാട്ടിയായി നിർമ്മിച്ച പൂവാശ്ശേരി പാലത്തിന്റെ പണി ദ്രുതഗതിയിൽ പുരോഗമിക്കുമ്പോൾ ഗ്രാമം ഇനി എങ്ങോട്ട് എന്നതിലേക്ക് ഒരു അന്വേഷണം. സ്കൂൾ വായനാമൂലയ്ക്ക് മുതൽക്കൂട്ടായി ദീപിക പത്രമെത്തി. ദീപിക പത്രം ആവിഷ്കരിച്ചിട്ടുള്ള ദീപിക നമ്മുടെ ഭാഷാ പദ്ധതി പ്രകാരം പത്രങ്ങൾ സ്കൂളിൽ നിത്യവും എത്തിക്കാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചു. മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ ലൂക്കോസ് മാക്കിൽ പ്രധാന അധ്യാപകന്റെ ചാർജ് വഹിക്കുന്ന KC രാധാകൃഷ്ണൻ സാറിന് കോപ്പി നൽകിയാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. PTA പ്രസിഡന്റ് KP മനോജ് അധ്യക്ഷനായിരുന്നു. മഹാത്മാഗാന്ധി നേച്ചർ ക്യൂർ ആശുപത്രി ഉടമ നിരവത് പുന്നൂസ്, വാർഡ് മെമ്പർ ലൂക്കോസ് മാക്കിൽ എന്നിവരാണ് പത്രം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അധ്യാപക പ്രതിനിധി PR പ്രതാപൻ സർ, പുന്നൂസ് നിരവത്, ദീപിക ഏരിയ മാനേജർ ഡേവിഡ്സൺ തടത്തേൻ, റിപ്പോർട്ടർ ബിജു ഇത്തിത്തറ എന്നിവർ പ്രസംഗിച്ചു. മാഞ്ഞൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സ്കൂൾ ഹാളിൽ ചേർന്ന യോഗത്തിൽ PTA പ്രസിഡന്റ് ശ്രീ മനോജ് KP അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് മെമ്പർ ശ്രീ ലൂക്കോസ് മാക്കിൽ ഉദ്ഘാടനം നടത്തി. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി കുമാരി വിഷ്ണുപ്രിയ R നായർ സ്വാഗതം ആശംസിച്ചു. അധ്യാപകരായ ശ്രീ S ജയകുമാർ, ശ്രീ KR പ്രതാപൻ, ശ്രീമതി ശോഭന KR എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥി പ്രതിനിധി ജിതിൻ K മാക്കിൽ നന്ദി പ്രകാശിപ്പിച്ചു. തുടർന്ന് കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. സ്കൂളിലെ ശോച്യാവസ്ഥയ്ക്ക് ആശ്വാസമായി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. ഈ പദ്ധതി പ്രകാരം അംഗങ്ങൾ ശുചീകരണ ജോലികൾ നടത്തി. ശ്രീമതി ലതാ മനോജ്, ശ്രീമതി വിജയമ്മ എന്നിവർ നേതൃത്വം നൽകി. 2010 വർക്ക് ആരംഭിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ ഇവിടുത്തെ സ്കൂളിലെ തന്നെ വർക്കാണ്. ആദ്യം ഞങ്ങൾ തുടങ്ങാൻ പ്ലാൻ ഇട്ടുകൊണ്ട് ഇപ്പോൾ ഈ വർക്കാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. അത് സ്കൂളിലെ ഗ്രൗണ്ട് ക്ലീനിങ്, അതുപോലെ തന്നെ കമ്പോസ്റ്റ് കുഴി നിർമ്മിക്കൽ, പിന്നെ ഇവിടെ ക്ലീനിങ്, മറ്റു കാര്യങ്ങളാണ്. അതിലിപ്പോൾ അംഗങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ ഒരു 11 കുടുംബശ്രീ അംഗങ്ങളും പിന്നെ അതിനോടനുബന്ധിച്ച് കുടുംബശ്രീ ഇല്ലാത്ത അംഗങ്ങളും ഉണ്ട്. ഈ തൊഴിലുറപ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ അതിൻ്റെ പണികൾ ഇവിടെ ഞങ്ങൾ തുടക്കം വെച്ചിരിക്കുകയാണ്. 40 സ്ത്രീകൾ ഈ പദ്ധതിയിൽ പങ്കെടുത്തു. 160 തൊഴിൽ ദിനങ്ങൾ സ്കൂളിലേക്ക് ലഭ്യമാക്കി. സ്കൂൾ ഗ്രൗണ്ട് ശുചിയാക്കുന്നതിനും ടോയ്ലറ്റുകൾ ശുചിയാക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ സാധിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ 13ാം വാർഡിലെ കുടുംബശ്രീയിൽപ്പെട്ട അംഗങ്ങളാണ് ഇതിൽ. ഇവരുടെ സേവനം നമ്മുടെ സ്കൂളിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുകയാണ്. കാരണം സ്കൂളിൻ്റെ മുറ്റവും പരിസരങ്ങളും വളരെ ഗംഭീരമായിട്ട് തന്നെ ഇവർ വൃത്തിയാക്കി തന്നിട്ടുണ്ട്. ഇത്തരം സേവനങ്ങൾ ഇനിയും നമ്മുടെ സ്കൂളിൽ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിനോട് ബന്ധപ്പെട്ട ഇതിൻ്റെ പ്രവർത്തകർക്ക് നമ്മുടെ സ്കൂളിൻ്റെ പേരിൽ PTAയുടെ പേരിലൊക്കെ നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് ബ്ലോക്ക് ന്യൂസ് സ്പെഷ്യൽ. മാഞ്ഞൂർ ഗ്രാമത്തിലേക്ക് വികസനത്തിന്റെ വഴികാട്ടിയായി നിർമ്മിച്ച പൂവാശ്ശേരി പാലത്തിന്റെ പണി ദ്രുതഗതിയിൽ പുരോഗമിക്കുമ്പോൾ ഗ്രാമം ഇനി എങ്ങോട്ട് എന്നതിലേക്ക് ഒരു അന്വേഷണം. 6 മാസങ്ങൾക്ക് മുമ്പ് പൂവാശ്ശേരി പാലം പണി നടക്കുന്നതിനിടയിൽ ഉണ്ടായ ചില സംഭവങ്ങൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ പാലം പണി ഏകദേശം തീർന്നു. ഇനിയും ഈ പാതയിൽ മണ്ണിട്ടുയർത്തണം. വശങ്ങളിൽ കരിങ്കല്ല് പാകണം. റോഡിൻ്റെ ഒരു വശത്തുള്ള വയൽ സ്വകാര്യ വ്യക്തി മണ്ണിട്ട് ഉയർത്തിക്കഴിഞ്ഞു. പ്ലാവും കപ്പയും ഏത്തവാഴയും വിളകളായി. നടുഭാഗത്ത് മണ്ണിടാത്ത വയൽ വെള്ളക്കെട്ടായി കിടക്കുന്നു. ഇവിടെ കൊതുകുകൾ പെറ്റുപെരുകുകയാണ്. ഒരു കാലത്ത് ഗതാഗതയോഗ്യമായിരുന്ന തോടിൻ്റെ അവസ്ഥ നോക്കുക. പോളകൾ നിറഞ്ഞ് വള്ളങ്ങൾക്ക് പോകാൻ പറ്റാത്ത വിധമായി തീർന്നു. ഈ തോടിനും വയലുകൾക്കും ഇനി എത്ര ആയുസുണ്ട്? മദ്യപാനികളുടെ ചവിട്ടുകുട്ടയാണിത്. മദ്യക്കുപ്പികൾ, സോഡാ കുപ്പികൾ, ഗ്ലാസുകൾ, വീടുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ എന്നിവ വലിച്ചെറിയുന്നത് ഇതിൻ്റെ മാറിലാണ്. ആദികവിയായ വാൽമീകിയുടെ മാനുഷാത ഇന്നും ഇവിടെ പ്രതിധ്വനിക്കുന്നു. അതെ, പ്രകൃതിയെ കൊല്ലരുതേ. ഈ തോട്ടിലേക്ക് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ വർഷകാലത്ത് ഒഴുകി കായലിലെത്തും. മാധ്യമങ്ങൾ ഇത്തരം മാലിന്യങ്ങൾക്കെതിരെ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ജലത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നു. ഗ്രാമം നാഗരികതയ്ക്ക് വഴിമാറുന്നതിൻ്റെ സൂചനകൾ ഇവിടെ തെളിയുന്നു. മണ്ണിട്ട് പൊക്കിയ ഈ നിലങ്ങൾ ഇപ്പോൾ ഫലവൃക്ഷങ്ങൾ നട്ടിരിക്കുകയാണ്.
ഇവിടെ ഇനി മണിമാളികകളോ റിസോർട്ടുകളോ ഉയരാം. മൊബൈൽ ടവറുകൾ ഉയർന്നു കഴിഞ്ഞു. നന്മകൾ തിരസ്കരിക്കുന്ന സമൂഹത്തിൽ ധാർമ്മികതകൾ അസ്തമിക്കുകയും അനീതികൾ നിയമമാവുകയും ചെയ്യും. സുഹൃതം കുറഞ്ഞ നമ്മുടെ ഈ കാലത്ത് മുന്നറിയിപ്പുകൾ വിഫലമെന്നറിയുമ്പോഴും തോൽക്കുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ ചില സത്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു. ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിൽ വൈക്കം മുഹമ്മദ് ബഷീർ ഇങ്ങനെ പറയുന്നു: 500 കൊല്ലത്തിനകത്ത് ഈ ഭൂമിയിലുള്ള സർവ്വ ജന്തുക്കളെയും പക്ഷികളെയും മൃഗങ്ങളെയും മനുഷ്യൻ കൊന്നൊടുക്കും. മരങ്ങളെയും ചെടികളെയും നശിപ്പിക്കും. മനുഷ്യൻ മാത്രം ഭൂമിയിൽ അവശേഷിക്കും. എന്നിട്ട് ഒന്നടങ്കം ചാകും. തമാശയുടെ അടരിനുള്ളിൽ നിന്ന് ഒരു സർവനാശ ദർശനമാണ് ബഷീർ നടത്തിയത്. അതിനാൽ ഗ്രാമത്തിൻ്റെ ശാലീനത നിലനിർത്തിക്കൊണ്ട് വികസനത്തെ പുണരാം. കൃഷിയെ സ്നേഹിക്കാം. നെൽവയലുകൾ നികത്താതിരിക്കാം. വഴിയോരങ്ങളിൽ നമുക്ക് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാം. അങ്ങനെ ഇവിടുത്തെ ജൈവ വൈവിധ്യവും ഹരിതാഭയും നിലനിർത്താം. പൂവാശ്ശേരി പാലത്തിൽ നിന്നും ക്യാമറമാൻ ജോയലിനൊപ്പം ബ്ലോഗ് ന്യൂസിനു വേണ്ടി ആര്യ സോമൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്കൂൾ വായനാമൂലയ്ക്ക് മുതൽക്കൂട്ടായി ദീപിക പത്രവും. സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സ്കൂളിന്റെ ശോച്യാവസ്ഥയ്ക്ക് അല്പം ആശ്വാസമായി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലുറപ്പ് സംഘം സ്കൂളിലെത്തി. ബ്ലോഗ് ന്യൂസ് സ്പെഷ്യൽ. മാഞ്ഞൂർ ഗ്രാമത്തിലേക്ക് വികസനത്തിന്റെ വഴികാട്ടിയായി നിർമ്മിച്ച പൂവാശ്ശേരി പാലത്തിന്റെ പണി ദ്രുതഗതിയിൽ പുരോഗമിക്കുമ്പോൾ ഗ്രാമം ഇനി എങ്ങോട്ട് എന്നതിലേക്ക് ഒരു അന്വേഷണം. ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.